അതിശക്തമായ മഴ തുടരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശം അവസ്ഥ ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലുമാണ്. ജമ്മുവിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തി. പ്രത്യേക യോഗം ചേർന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. ജമ്മുവിലാകെ റെഡ് അലേർട്ടാണ്. സമാന അവസ്ഥയാണ് മണാലി ഉൾപ്പെടെയുള്ള ഹിമാചൽ പ്രദേശിലുള്ളത്. മിന്നൽ പ്രളയമുണ്ടായി. അതിനു പിന്നാലെ നിരവധി പേരെ കാണാതായി എന്ന അഭ്യൂഹം പരന്നു. പലരും വീടുകൾ വിട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. മണാലിയിൽ വിനോദസഞ്ചാരം സമ്പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ചില ഹോട്ടലുകൾ പുഴ കൊണ്ടുപോയി. ഡൽഹിയിലും പഞ്ചാബിലും രാജസ്ഥാനിലും ശക്തമായ മഴയുണ്ട്. രാജസ്ഥാനിലും പഞ്ചാബിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിരവധി ആളുകളുടെ കൃഷിയാണ് നശിച്ചത്. ബണ്ട് പൊട്ടി വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറുകയായിരുന്നു. മാത്രമല്ല, നിരവധി പുഴകൾ കരകവിഞ്ഞൊഴുകിയത് കർഷകർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും നാളെയും മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. ഡൽഹിയിൽ അടുത്ത മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി വലിയ മഴ ദുരിതം നേരിടുന്ന ഉത്തരകാശിയിൽ ഇന്നും അതിശക്തമായ മഴയുണ്ട്. ഛത്തീസ്ഗഡിൽ ശക്തമായ മഴ പെയ്യുന്നു. അവിടെ 3 കുട്ടികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇങ്ങനെ ഉത്തരേന്ത്യയിലാകെ വ്യാപകമായ മഴയും പ്രശ്നങ്ങളും വ്യോമഗതാഗതത്തെയും റോഡ് ഗതാഗതത്തെയും ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട്. 100-ലധികം വിമാനങ്ങളാണ് വൈകി സർവീസ് നടത്തിയത്. നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.